സമ്പന്നരായ ആളുകളുടെ ചിന്താരീതികളെ നിങ്ങളുടെ മനസ്സിലേക്ക് പകർത്തിയാൽ നിങ്ങളും സമ്പന്നനാകാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു വ്യക്തി ശരിയായ രീതിയിലൂടെയും ആത്മാർത്ഥമായും പ്രവർത്തിച്ച് വൻ സമ്പത്ത് നേടാനുള്ള കാരണം ആ വ്യക്തി മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായും വ്യക്തമായും ചിന്തിച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ മനസ്സിന് അപാരമായ ശക്തിയും സവിശേഷതകളുമുണ്ട് എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. ചില ആളുകൾ സ്വന്തം ശക്തിയെ തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യാവസ്ഥ. ഇച്ഛാശക്തി കൊണ്ട് കീഴടക്കാൻ കഴിയാത്തതായി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല. ഇന്ന് വരെ നമ്മുടെ ഈ ലോകത്ത് മഹത്തായ നേട്ടങ്ങൾ ഉണ്ടാക്കിയവരും അത്യപൂർവമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരുമൊക്കെ അവരുടെ ആ അത്ഭുതമായ മനഃശക്തി ഉപയോഗിച്ചാണ്. 99% ആളുകളും സമ്പത്തുണ്ടാക്കണം എന്ന ആഗ്രഹമുള്ളവരായിരിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, പണം ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വരില്ല. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളുടെ തീവ്രതയും ചിന്തകളുമാണ് പണത്തെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന വാലിസ് ഡി വാട്ടിൽസിന്റെ പുസ്തകത്തിൽ സമ്പത്ത് നിങ്ങളിലേക്ക് എത്താൻ തടസ്സമാകുന്ന ചിന്തകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് എന്തൊക്കെ മെന്റൽ ബാരിയേഴ്സാണ് പ്രധാനമായും നിങ്ങളിലേക്ക് എത്തുന്ന പണത്തിന് തടസ്സമാകുന്നത് എന്ന കാര്യം. മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കും സമ്പന്നനാകാം. ഓഥർ പറയുന്നത് സൃഷ്ടിപരമായും സമൃദ്ധമായും പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പണത്തെ ആകർഷിക്കാൻ കഴിയും എന്നാണ്. നിങ്ങൾക്കുള്ളിലുണ്ടാകുന്ന ചില ഉള്ളുണർവും സ്വപ്നങ്ങളും നിങ്ങൾക്ക് പ്രപഞ്ചം തരുന്ന ചില സൂചനകളാണ്. അതിനെ തള്ളിക്കളയാതെ സ്വീകരിക്കുക. നല്ല ചിന്തകൾക്കും നല്ല വ്യായാമം ആവശ്യമാണ്. മാത്രമല്ല, കൃതജ്ഞതയും ഉണ്ടാവണം. ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും അന്നുണ്ടായ നല്ല കാര്യങ്ങളെ ഓർത്ത് നന്ദി പറയുക. അതിലൂടെ ഇരട്ടി ഇരട്ടിയായി നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങളിലേക്ക് ഒഴുകിയെത്തും. ഇതൊക്കെ പറഞ്ഞാലും ഒരു വ്യക്തിക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളത് വിശ്വാസമാണ്. പ്രത്യേകിച്ചും നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം. വെറുതെ ചിന്തിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കണം. പ്രവർത്തികൾ ഒരു പ്ലാനോടുകൂടിയായിരിക്കണം. ഇതാണ് ഓഥർ പ്രത്യേകിച്ചും നമ്മോട് പറയുന്നത്. ആക്ഷൻ പ്ലാൻ വെറുതെ തയ്യാറാക്കുന്നതിന് പകരം ഏത് കാര്യം ആദ്യം ചെയ്യണം, ഏത് കാര്യം പിന്നീട് ചെയ്യണം എന്ന കാര്യത്തിലും ഒരു വ്യക്തതയുണ്ടാവണം. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ ആഗ്രഹിച്ചത് നേടാൻ സഹായകരമാകുന്ന രഹസ്യങ്ങളാണ് ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന പുസ്തകത്തിലൂടെ ഓഥർ പങ്കുവെക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്ക് സമ്മറി നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഫൈസി. ഒരു വ്യക്തിക്ക് റിച്ച് ആകണമെങ്കിൽ ഡിസിപ്ലിൻ ആവശ്യമാണ്. ചില കാര്യങ്ങൾ കൃത്യതയോടെ ചെയ്യുകയും വേണം. സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഇത്. എന്നാൽ ആദ്യത്തെ ചില എപ്പിസോഡുകൾ ശ്രദ്ധയോടെ കേൾക്കേണ്ടതാണ്. കുറച്ച് കട്ടിയുള്ള വിഷയമായി തോന്നും. പിന്നീട് അങ്ങോട്ട് വളരെ ലളിതമായ കാര്യങ്ങളാണ് ഓഥർ പങ്കുവെക്കുന്നത്. ഫോംലെസ് സ്റ്റഫ്, ഒറിജിനൽ സബ്സ്റ്റൻസ്, തിങ്കിങ് സബ്സ്റ്റൻസ്, ഇൻ്റലിജൻറ്റ് സബ്സ്റ്റൻസ്, ലിവിങ് സബ്സ്റ്റൻസ്, സെർട്ടൈൻ വേ എന്നീ വാക്കുകൾ നിങ്ങളെ ആഴത്തിൽ ചിന്തിപ്പിക്കും. ഈ പുസ്തകത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വരൂ, നമുക്ക് പുസ്തകത്തിലേക്ക് കടക്കാം. ന്യൂ തോട്ട് റൈറ്റർ എന്നറിയപ്പെടുന്ന അമേരിക്കൻ എഴുത്തുകാരനായ വാലിസ് ഡി വാട്ടിൽസിൻ്റെ ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന പുസ്തകം എങ്ങനെ ക്രിയേറ്റീവായ ചിന്തകളിലൂടെ സാമ്പത്തിക വിജയത്തെ ആകർഷിക്കാം എന്നാണ് മനസ്സിലാക്കി തരുന്നത്. സ്ത്രീകളായാലും പുരുഷന്മാരായാലും സാമ്പത്തിക വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എങ്കിലും അതെങ്ങനെ എളുപ്പത്തിൽ നേടാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് തലപുകയ്ക്കുകയാണ്. ചിലർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അവർ ആഗ്രഹിച്ച ആ ലക്ഷ്യത്തിലേക്കെത്താൻ
അവർക്ക് കഴിയാതെ നിരാശപ്പെട്ടിരിക്കുന്നു. ഈ പുസ്തകം ഏതൊരു വ്യക്തിയെയും എളുപ്പത്തിൽ സാമ്പത്തിക വിജയത്തിലേക്ക് എത്തിക്കും. പക്ഷേ തീവ്രമായതും ആളിക്കത്തുന്നതുമായ ആഗ്രഹവും പ്രവർത്തിക്കാനുള്ള മനസ്സും വ്യക്തമായ ലക്ഷ്യവും വിശ്വാസവും വേണം എന്നു മാത്രം. ഈ പുസ്തകത്തെക്കുറിച്ച് ഓഥർ പറയുന്നത്, ഇതിനെ ഒരു തിയറി മാത്രമായ പുസ്തകമായി കാണരുത്. ഇതൊരു പ്രാക്ടിക്കൽ പുസ്തകമാണ്. മാത്രമല്ല, ഇത് പ്രാക്ടിക്കൽ മാനുവൽ കൂടിയാണ്. ഒരു ഉപകരണം വാങ്ങുമ്പോൾ അതിൽ യൂസർ മാനുവൽ ഉണ്ടാകാറുണ്ട്. ആ യൂസർ മാനുവലിൽ എഴുതിയ രീതിയിൽ നമ്മൾ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ആ ഉപകരണം ഫിറ്റ് ചെയ്യാനും പ്രവർത്തിപ്പിക്കാനും സാധിക്കും. അതുപോലെ തന്നെ ഈ പുസ്തകത്തെ നിങ്ങളൊരു മാനുവലായി കണ്ടാൽ നിങ്ങൾക്കും എളുപ്പത്തിൽ ആഗ്രഹിച്ചത് നേടാനും എളുപ്പത്തിൽ സമ്പത്ത് നേടാനും സഹായകരമാകും. അലക്ഷ്യമായി വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരെ സിസ്റ്റമാറ്റിക്കായി ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ഓഥർ ഇവിടെ ചെയ്യുന്നത്. ഈ പുസ്തകത്തിലെ പല വിഷയങ്ങളും നിങ്ങൾക്കൊരുപക്ഷെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. നിരന്തരം ഇതിനെക്കുറിച്ച് ഒന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അനേകം ആളുകൾ ജീവിതത്തിൽ വിജയിക്കാൻ കാരണമായ പുസ്തകമാണിത് എന്ന്. പ്രപഞ്ച സിദ്ധാന്തപ്രകാരം പറയുന്നത്, വൺ ഈസ് ഓൾ ആൻഡ് ദാറ്റ് ഓൾ ഈസ് വൺ എന്നാണ്. അതായത്, ഒന്ന് എല്ലാമാണ്, എന്നാൽ എല്ലാം ഒന്നാണ് എന്നാണ്. ഓരോ വ്യക്തിയുടെ നിലനിൽപ്പും മുന്നോട്ടു പോകാനുള്ള കഴിവും ഈ നിയമത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. പ്രപഞ്ചം അനന്തമായിരിക്കാം, എന്നാൽ ഘടനകൾ, ഗ്രഹങ്ങൾ, മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ എന്നിങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളാണ് അതിനെ നിലനിർത്തുന്നത്. ഇനി ഒരു മനുഷ്യൻ മരിച്ചാലും ഈ ലോകം തുടരും. പിന്നീട് ആ ശരീരം ജീർണിക്കും, സസ്യങ്ങൾക്ക് പോഷകങ്ങളായി മാറും. അതങ്ങനെ മറ്റൊന്നിന് ഗുണമായി തുടർന്നുകൊണ്ടേയിരിക്കും. പ്രപഞ്ചം എപ്പോഴും മുന്നോട്ടാണ് നീങ്ങുന്നത്. ഒരു സ്ഥിരമായ ചക്രമാണിത്. എല്ലാവരെയും ഇത് ബന്ധിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഓഥർ പറയുന്നത്, ഒന്ന് എല്ലാമാണ് എന്നും അതുപോലെ എല്ലാം ഒന്നാണ് എന്നും. പല ആളുകളും ദാരിദ്ര്യത്തെ പുകഴ്ത്തി സംസാരിക്കാറുണ്ട്. എന്നാൽ ഓഥർ വാലിസ് ഡി വാട്ടിൽസ് പറയുന്നത്, ഒരു വ്യക്തി സമ്പന്നനല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ആ വ്യക്തിക്ക് സുഖസമൃദ്ധമായ ജീവിതം നയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാണ്. എന്തിനും ഏതിനും പണം ആവശ്യമാണ്. ഏതൊരു വ്യക്തിക്കും സ്വന്തം ആത്മാവിനെയും കഴിവുകളെയും വികസിപ്പിച്ചെടുക്കാൻ പലതും ആവശ്യമായി വരും. അവ വാങ്ങാൻ പണമില്ലെങ്കിൽ ആ വ്യക്തിക്ക് മാറ്റങ്ങൾ വരുത്താൻ സാധ്യമല്ല. പല ആളുകളും മൈൻഡ്, ബോഡി, സോൾ അഥവാ മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും വികസിപ്പിച്ചെടുക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും പല വസ്തുക്കളും ഉപയോഗിക്കുന്നതിലൂടെയാണ്. അതിനെല്ലാം പണം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഓഥർ പറയുന്നത്, ഒരു വ്യക്തിയുടെ എല്ലാവിധ പുരോഗതിയുടെയും അടിസ്ഥാനം സമ്പന്നനാകാനുള്ള ശാസ്ത്രമായിരിക്കണം എന്ന്. ഈ ലോകത്തിൻ്റെ നിയമമനുസരിച്ച് ഏതൊരു ജീവിയും ജനിച്ചാൽ അതിൻ്റെ കഴിവുകൾ ഉപയോഗിച്ച് വളരുന്നുണ്ട്. പക്ഷേ മനുഷ്യർ പലപ്പോഴും സ്വന്തം കഴിവുകൾ ഉപയോഗിക്കാൻ മറക്കുന്നുമുണ്ട്. അത് കാരണം ജീവിതത്തിൽ ഉയരങ്ങളിലെത്താൻ സാധിക്കുന്നുമില്ല. ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് തനിക്ക് ഉയർന്ന് ചിന്തിക്കാനും വലുതായി ആഗ്രഹിക്കാനും അർഹതയില്ല എന്നാണ്. വലുതായി ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് ഓഥർ പറയുന്നത്. വലുതായി ചിന്തിക്കുകയും കൂടുതൽ സമ്പത്ത് വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നത് പ്രശംസനീയമാണ് എന്നും ഓഥർ നമ്മോട് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ 3 ഉദ്ദേശങ്ങളുണ്ട്. 1. മനസ്സിനു വേണ്ടി ജീവിക്കുന്നു. 2. ശരീരത്തിനു വേണ്ടി ജീവിക്കുന്നു. 3. ആത്മാവിനു വേണ്ടി ജീവിക്കുന്നു. അതായത് മൈൻഡ്, ബോഡി, സോൾ.
ഇവയിൽ ഏതെങ്കിലും ഒന്നിനു വേണ്ടി മാത്രം ജീവിച്ച് മറ്റ് രണ്ട് കാര്യത്തെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത് മൂന്നും ചേർന്നതാണ് നമ്മുടെ ജീവിതം. മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ആവശ്യമായത് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തണം. സാധാരണ ആളുകളുടെ ചിന്തകൾ മാറ്റി സമ്പത്തിനെക്കുറിച്ച് തീവ്രമായി ചിന്തിക്കുക. നിങ്ങളുടെ ജീവിതം പരമാവധി പ്രയോജനപ്പെടുത്തുക. സമ്പന്നനാകുന്നതിനും ഒരു ശാസ്ത്രമുണ്ട്. ഗണിതശാസ്ത്രം എന്ന് പറയുന്നത് പോലെ ഒരു ശാസ്ത്രമാണ് എന്ന് കരുതിക്കോളൂ. പണം സമ്പാദിക്കുക എന്ന കാര്യത്തെ നിയന്ത്രിക്കുന്ന ചില നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾ ആർക്കും പഠിക്കാൻ സാധിക്കും. ഒരാൾ ഇത് പഠിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ ആ വ്യക്തി ഗണിതശാസ്ത്രപരമായ ഉറപ്പോടെ സമ്പന്നനാകും. ചിലർ ഈ ശാസ്ത്രത്തെ അറിഞ്ഞു പ്രവർത്തിക്കും. മറ്റു ചിലർ അറിഞ്ഞോ അറിയാതെയോ പ്രവൃത്തികൾ ചെയ്യും. പക്ഷേ ശാസ്ത്രപ്രകാരം എങ്ങനെ പ്രവർത്തിച്ചാലും ആ വ്യക്തിക്ക് സമ്പന്നനാകാൻ സാധിക്കും. ഇനി ഈ പറയുന്ന നിയമങ്ങൾ വിശ്വസിക്കാത്തവർ എത്ര കഠിനാധ്വാനം ചെയ്താലും സമ്പന്നനാകില്ല. അതിനി എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിലും ശരി എന്നാണ് ഓതർ പറയുന്നത്. നിങ്ങൾക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ ലോകത്ത് സമ്പന്നരുമുണ്ട്, പാവപ്പെട്ടവരുമുണ്ട്. അതിൽ ഏറ്റവും വിഷമം തോന്നുന്ന കാര്യം, ഒരേ ബിസിനസ് ചെയ്യുന്ന രണ്ട് പേർ, പക്ഷേ അതിൽ ഒരാളുടെ ബിസിനസ് വിജയിക്കുന്നു, മറ്റേയാൾ പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ കൂടുതൽ സമ്പാദിക്കാൻ സാധിക്കാതെ പോകുന്നു. ഇവിടെ ഒരാൾ പരാജയപ്പെടുന്നു, മറ്റേയാൾ വിജയിക്കുന്നു എന്നത് കഴിവിൻ്റെ പ്രശ്നം മാത്രമല്ല. അങ്ങനെയാണെങ്കിൽ വളരെ നല്ല കഴിവുള്ള പലരും ഇപ്പോഴും പാവപ്പെട്ടവരായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. വിജയിക്കുന്ന ആളുകൾ നിശ്ചിത രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ചിലർ വിശ്വസിക്കുന്നത് കിട്ടുന്ന പൈസ മുഴുവൻ ചിലവാക്കാതെ എടുത്തു വച്ചാൽ മാത്രമാണ് സമ്പന്നരാകാൻ കഴിയുകയുള്ളൂ എന്നതാണ്. അതും ശരിയാണ്. പക്ഷേ പല ആളുകളും നന്നായി ചിലവഴിച്ചിട്ടും സമ്പന്നരാകുന്നുമുണ്ട്. സമ്പന്നരാകുന്നവരെ ഒന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാകും, അവർ കാഴ്ചയിൽ എല്ലാം തികഞ്ഞവരായിരിക്കില്ല. ബുദ്ധിയുള്ളവരും ഇല്ലാത്തവരും, ശക്തിയുള്ളവരും ദുർബലരും, ശാരീരിക ശക്തിയുള്ളവരും രോഗികളും, ഭംഗിയുള്ളവരും ഭംഗിയില്ലാത്തവരും, കഴിവുള്ളവരും കഴിവില്ലാത്തവരും ആർക്കും സമ്പന്നരാകാൻ സാധിക്കും. ഓതർ പറയുന്നത്, സമ്പത്തുണ്ടാക്കാനുള്ള ശാസ്ത്രമൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്ന് കരുതി സഹാറ മരുഭൂമിയുടെ നടുക്ക് പോയി ബിസിനസ് തുടങ്ങി വിജയിപ്പിക്കാം എന്ന് കരുതരുത്. ശരിയായ ലൊക്കേഷൻ തിരഞ്ഞെടുക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചില ബിസിനസ്സോ തൊഴിലോ ചെയ്യുന്നവർക്ക് മാത്രമേ സമ്പന്നരാകാൻ സാധിക്കൂ എന്ന് മാത്രം ചിന്തിക്കരുത്. അത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. നിങ്ങളുടെ ബിസിനസ് വിജയിക്കാത്തതിൻ്റെ കാര്യം നിങ്ങൾ തെറ്റായ ബിസിനസ് തിരഞ്ഞെടുത്തത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ തെറ്റായ രീതിയിൽ ബിസിനസ് ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ ബിസിനസിൻ്റെ തെറ്റാണ് എന്ന് നിങ്ങൾ കരുതിയതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇതേ ബിസിനസ് ചെയ്യുന്ന പലരും സമ്പന്നരാകുന്നത്? ചില ആളുകൾ ചിന്തിക്കുന്നത്, മൂലധനം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് സമ്പന്നനാകാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ബിസിനസ് വിജയിപ്പിക്കാൻ കഴിയാത്തത് എന്നാണ്. ഓതർ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ സമ്പത്ത് നേടാനുള്ള ശാസ്ത്രീയ വശങ്ങൾ പഠിച്ച് ചില പ്രത്യേക രീതിയിൽ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും മൂലധനം ലഭിച്ചു തുടങ്ങും. നിങ്ങൾ എവിടെയാണെങ്കിലും, എത്ര കടബാധ്യതയുള്ളയാളാണെങ്കിലും, നിങ്ങൾക്ക് സുഹൃത്തുക്കളോ സ്വാധീനമോ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെ വിജയിപ്പിക്കാനാകും. നിങ്ങളുടെ നിലവിലെ ഏത് സാഹചര്യത്തെയും ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ നിങ്ങൾ സമ്പത്തിൻ്റെ ശാസ്ത്രം മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഈ ലോകത്ത് എല്ലാവർക്കും സമ്പന്നരാകാനുള്ള അവസരമുണ്ട്. നിങ്ങളെ ഒരു ശക്തിയും പിടിച്ചു വച്ചിട്ടില്ല. പ്രപഞ്ച നിയമം അനുസരിച്ച് നിങ്ങളിലേക്ക് ഒഴുകാൻ കാത്തിരിക്കുകയാണ്. പക്ഷേ അവിടെ തടസ്സം നിങ്ങളുടെ മനസ്സാണ്. ഇന്ന് ഈ ലോകത്ത്
പാവപ്പെട്ടവരായി ജീവിക്കുന്നവർ സ്വന്തം കഴിവിനെ മനസ്സിലാക്കുകയും സ്വന്തം മനസ്സിൻ്റെ ശക്തിയെ തിരിച്ചറിയുകയും ചെയ്താൽ അവർക്കും ആഗ്രഹിച്ചത് നേടാൻ സാധിക്കും. ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ കൂട് തുറന്നു വെച്ചിട്ടും കൂട്ടിൽ നിന്നും പുറത്തു പോകാത്ത കിളിയെപ്പോലെയാണ്. സമ്പത്ത് എന്ന സ്വതന്ത്ര ലോകത്തേക്ക് കടക്കാൻ ആ കിളി ആ കൂട്ടിൽ നിന്നും ഒന്ന് പുറത്തേക്ക് വന്നാൽ മാത്രം മതി. അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം ഒരു മാറ്റവും സംഭവിക്കില്ല. ഓഥർ പറയുന്നത് മനസ്സാണ് നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നത്, അല്ലാതെ ഏതു തരം ശക്തികളും നിങ്ങളെ പിടിച്ചു വെച്ചിട്ടില്ല. ഇനി പിടിച്ചു വെക്കാനും പോകുന്നുമില്ല. നിങ്ങളുടെ സാഹചര്യവും നിലവിലെ സാമ്പത്തികാവസ്ഥയും നിങ്ങളെ ബാധിക്കുന്നില്ല. കാരണം നിങ്ങളുടെ അതേ സാഹചര്യത്തിലുള്ളവരും സാമ്പത്തിക അവസ്ഥയിലുള്ളവരും സമ്പന്നരാകുന്നുമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ മാറ്റുക, മനസ്സിനെ ഉണർത്തുക. ഒരു വഴിയല്ലെങ്കിൽ വേറെ വഴി തുറക്കും. വലിയ ഒരു സ്റ്റീൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നയാൾക്ക് ചിലപ്പോൾ അതുപോലെ വലിയൊരു കമ്പനി തുടങ്ങാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ ആ വ്യക്തിക്ക് ആ ജോലി ഉപേക്ഷിച്ച് വേണമെങ്കിൽ ഒരു ഫാമോ അതുപോലെ ആ വ്യക്തിക്ക് മനസ്സിനിഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സോ തിരഞ്ഞെടുക്കാൻ സാധിക്കും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു ഫാം തുടങ്ങാനും ബിസിനസ് തുടങ്ങാനും എനിക്കെങ്ങനെ സാധിക്കുമെന്ന്. ഓഥർ പറയുന്നത് നിങ്ങൾ വ്യക്തമായ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്കതിന് കഴിയുമെന്നാണ്. ഈ പ്രപഞ്ചത്തിൽ എല്ലാവർക്കും ആവശ്യമായത് ഉണ്ട്. അതിന് പ്രത്യേകം ഓരോ ആൾക്കും ഓരോ അളവ് എന്നൊന്നുമില്ല. എല്ലാവർക്കും വേണ്ടുവോളമുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. ഈ ലോകത്ത് നിങ്ങൾ കാണുന്ന എല്ലാം ഒരു ഒറിജിനൽ സബ്സ്റ്റൻസ് അഥവാ ഒരു യഥാർത്ഥ പദാർത്ഥത്തിൽ നിന്നാണ് ഉണ്ടായത്. പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതും പഴയ കാര്യങ്ങൾ ഇല്ലാതാകുന്നതും വൺ തിങ് എന്നറിയപ്പെടുന്ന ആ ഒറ്റ കാര്യത്തിൽ നിന്നാണ്. ആ ഒരു കാര്യം അത് എനർജിയാണ്. ആ എനർജിയെ ഓഥർ ഫോംലെസ് സ്റ്റഫ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അതായത് രൂപമില്ലാത്ത വസ്തു. ഈ രൂപമില്ലാത്ത വസ്തുവായ എനർജി നമ്മുടെ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മുടെ ഈ പ്രകൃതി സമ്പത്തിൻ്റെ അക്ഷയമായ കലവറയാണ്. ആ സമ്പത്ത് എല്ലാവരിലേക്കും എത്താൻ തയ്യാറുമാണ്. പ്രകൃതി അതിൻ്റെ വിതരണത്തിൽ ഒരു കുറവും വരുത്തില്ല. പക്ഷേ നിങ്ങൾ പ്രകൃതിയിൽ നിന്ന് ചോദിക്കാൻ തയ്യാറാകണം എന്ന് മാത്രം. ഫോംലെസ് സ്റ്റഫ് എന്ന എനർജി അത് ബുദ്ധിയുള്ളതാണ്. അത് ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല സജീവമായി എല്ലായിടത്തുമുണ്ട്. ഈ എനർജി വികസിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ശ്രമിക്കുന്നത് മനുഷ്യൻ്റെ ചിന്തകളിലൂടെയാണ്. ഒരു മനുഷ്യൻ്റെ ചിന്തകളെ ആ മനുഷ്യൻ്റെ ആവശ്യങ്ങളായി പരിഗണിച്ചുകൊണ്ട് അതിനെ യാഥാർത്ഥ്യമാക്കി മാറ്റുവാൻ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിനി നെഗറ്റീവായാലും പോസിറ്റീവായാലും ശരി. അതുകൊണ്ടാണ് എല്ലാവരോടും ചിന്തകളെ സൂക്ഷിക്കണമെന്നും എപ്പോഴും പോസിറ്റീവായി നിലനിർത്തണമെന്നും പറയുന്നത്. ഏതൊരു വ്യക്തിയും ദരിദ്രനാകുന്നത് പ്രകൃതിയിലെ വിഭവങ്ങളുടെ കുറവ് കൊണ്ടല്ല, അത് അവൻ്റെ ചിന്തകളുടെ വലിപ്പക്കുറവ് കൊണ്ട് തന്നെയാണ്. ഓഥർ പറയുന്നത് ഒരു വ്യക്തി ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നതെന്തും അവന് നേടാൻ സാധിക്കും. എന്നാൽ പലരും ഈ സത്യം മനസ്സിലാക്കിയാൽ പോലും അതിന് തയ്യാറാകാറില്ല. വിശ്വാസമില്ലായ്മയാണ് പ്രധാന വിഷയം. മനസ്സ് മുഴുവനും സംശയമാണ്. സ്വന്തം കഴിവിനോടും അവർക്ക് സംശയമാണ്. ചില ആളുകൾ ജനിച്ച് പിന്നീട് മരിക്കുന്നതുവരെ അവരെ തിരിച്ചറിയാൻ ശ്രമിക്കാറില്ല. സ്വന്തം കഴിവിൻ്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിഞ്ഞാൽ അവർ ഈ ഭൂമിയിൽ നിന്നും മഹത്തായത് പലതും നേടിയേനെ. ഓഥർ വാലിസ് ഡി വാട്ടിൽസ് സമ്പത്തുണ്ടാക്കുന്നതിനുള്ള ആ ശാസ്ത്രത്തിൻ്റെ
ഒന്നാമത്തെ പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അടുത്തതായി പറയുന്നത്, നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് ആ ഫോംലെസ് സബ്സ്റ്റൻസ് എന്ന എനർജിയിൽ നിന്നാണ് നിങ്ങളുടെ കണ്ണിൽ കാണാനും അനുഭവിക്കാനും കഴിയുന്ന ആ സമ്പത്ത് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പവറുള്ളൂ എന്നാണ്. ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കേണ്ടതുണ്ട് അതിന്. നിങ്ങളുടെ ഇന്ന് കാണുന്ന ജീവിത സാഹചര്യത്തിന് നിങ്ങളുടെ മുൻകാല ചിന്തകളുടെ പങ്ക് അത് വലുതാണ്. നാളെ നിങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന കാര്യത്തിൽ ഇന്ന് നിങ്ങൾ ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. നല്ല ജീവിതം ആഗ്രഹിക്കുന്നയാൾ തീർച്ചയായും നല്ല രീതിയിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞാലും ഓതർ പറയുന്നത്, ഒരു വ്യക്തി അവൻ കണ്ണിൽ കണ്ടത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അതുമല്ലെങ്കിൽ അവനത് കേട്ടതായിരിക്കണം. ഉദാഹരണത്തിന്, നിങ്ങളൊരു വ്യക്തിയോട് നീ ഇപ്പോൾ ദരിദ്രനാണ് എന്നത് പ്രശ്നമല്ല, പക്ഷേ നീ നന്നായി ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിനക്ക് കോടീശ്വരനാകാൻ കഴിയും എന്ന് പറഞ്ഞാൽ, കൂടുതലും അവൻ പറയുന്നത്, അതിനൊന്നും എനിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല, കാരണം എൻ്റെ കുടുംബത്തിലെ ആരും തന്നെ സമ്പത്തുണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങളുടെ നാട്ടിൽ ആരും തന്നെ ലക്ഷാധിപതികളായി ഞാൻ കണ്ടിട്ടില്ല, പിന്നെയാണോ ഞാൻ കോടിപതിയാകാൻ പോകുന്നത് എന്ന് പറയും. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആനയ്ക്ക് ആനയുടെ ശക്തി തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് പോലെ അവന് അവൻ്റെ സ്വന്തം കഴിവ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഒരു മനുഷ്യന് സമ്പന്നനാകാനുള്ള ആദ്യത്തെ വഴി എന്നത്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആദ്യം ചിന്തകളെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഓരോ വ്യക്തിക്കും അവനവൻ എന്താണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ശക്തിയുണ്ട്. മുൻപ് പറഞ്ഞതുപോലെ കണ്ണിൽ കണ്ട് വിശ്വസിച്ച കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും നേരിട്ട് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ചിന്തിക്കാൻ പ്രയാസമായിരിക്കും. അതുപോലെ ഞാൻ സമ്പന്നനാണ്, ദാരിദ്ര്യമില്ല എന്ന സത്യം നിങ്ങൾ മുറുകെ പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ചിത്രം പതിയും. അത് മനസ്സിൽ അതനുസരിച്ചുള്ള രൂപങ്ങൾ രൂപപ്പെടുത്തും. പിന്നീട് ജീവിതത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങളായിരിക്കും. പക്ഷേ ഓതർ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്, രോഗമുള്ളപ്പോൾ ആരോഗ്യവാനാണ് എന്ന് ചിന്തിക്കാനും ദാരിദ്ര്യമുള്ളപ്പോൾ സമ്പന്നനാണ് എന്ന് ചിന്തിക്കാനും മനസ്സിന് നല്ല ശക്തി ആവശ്യമാണ്. ഇങ്ങനെ ചിന്തിക്കാൻ പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ല. അത് നിരന്തരമായ പ്രാക്ടീസിലൂടെ മാത്രമാണ് സാധിക്കുകയുള്ളൂ. നിരന്തര പരിശ്രമത്തിലൂടെ നിങ്ങൾക്ക് മാസ്റ്റർ മൈൻഡായി മാറാൻ സാധിക്കും. എന്നാൽ പിന്നീട് നിങ്ങൾക്ക് വിധിയെ കീഴടക്കാനും സാധിക്കും. മാത്രമല്ല, ആഗ്രഹിച്ചത് നേടാനും നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളിലെ ഭയവും സംശയങ്ങളും നഷ്ടപ്പെടും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് നേടാൻ കഴിയുമെന്ന ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതാണ്. ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന നിലയിൽ ഓതർ പറഞ്ഞ ആ 3 കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഈ പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന ആ രൂപമില്ലാത്ത വസ്തു അഥവാ എനർജി ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. 2, ഈ എനർജിയിൽ ഒരു ചിന്ത പതിഞ്ഞാൽ ആ ചിന്തയിലെ ഇമേജിനനുസരിച്ച് സ്വയം രൂപം പ്രാപിക്കുന്ന വിധം ബുദ്ധിയുള്ളതാണ്. 3, ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരു വ്യക്തി അവൻ്റെ ചിന്തകളിൽ അവൻ്റെ ജീവിത ലക്ഷ്യമായ ചിന്തകൾ നിരന്തരമായി തുടരെ ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും ആ ഇമേജുകൾ ജീവിത യാഥാർത്ഥ്യങ്ങളായി മാറി മാനിഫെസ്റ്റ് ചെയ്യും. ഓതർ പറയുന്നത് ഈ 3 കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിൽ ഒരു തരി സംശയമില്ലാതെ വിശ്വസിക്കണമെന്നാണ്. ദ ഇൻ്റലിജൻറ്റ് സബ്സ്റ്റൻസ്, അതായത് ബുദ്ധിപരമായ പദാർത്ഥം, ആ എനർജിയാണ് എല്ലാം. അത് എല്ലാറ്റിലുമുണ്ട്, എല്ലാവിടെയും ജീവിക്കുന്നുമുണ്ട്.
ആ എനർജി നിങ്ങളിലുമുണ്ട്. അത് ജീവിക്കുന്ന ഒരു പദാർത്ഥമാണ് എന്നാണ് ഓദർ പറയുന്നത്. അതുപോലെ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളും ആയുസ്സിൻ്റെ വിപുലീകരണത്തിനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യൻ ഈ ലോകത്ത് ജീവിക്കേണ്ടത് മത്സരിച്ചുകൊണ്ടല്ല, പകരം സ്വയം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ലോകത്ത് ജീവിക്കേണ്ടത്. നോക്കൂ, ഒരു വിത്ത് മണ്ണിലിട്ടാൽ ആ വിത്ത് സാഹചര്യങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തി മുളച്ച് വളർന്ന് വലുതാകാൻ ശ്രമിക്കും. മാത്രമല്ല, അത് വലുതായി അതിൽ നിന്നുമുള്ള പൂവോ ഫലമോ തണലോ അതുപോലെ ഗുണം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾക്ക് കിട്ടുന്നത് പോലെ അത് ജീവിക്കും. ആ മരത്തിൻ്റെ ജീവിതത്തിൻ്റെ ധർമ്മം അത് നിറവേറ്റാൻ ശ്രമിക്കും. ആ മരം പുതിയ വിത്തുകൾ സൃഷ്ടിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വികസിക്കാനും ശ്രമിക്കും. ഇതുപോലെയാണ് ഈ ഭൂമിയിലുള്ള ഓരോ ജീവജാലങ്ങളും. അതിൻ്റെ ധർമ്മം പൂർത്തീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മനുഷ്യരും അങ്ങനെയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം പരമാവധി നിറവേറ്റാൻ ശ്രമിക്കുകയും തനിക്കും തൻ്റെ സമൂഹത്തിനും ഗുണകരമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതധർമ്മം പൂർത്തീകരിക്കപ്പെടുന്നത്. ഒരു വ്യക്തി പഠിക്കുന്ന ഓരോ അറിവും മറ്റൊരു അറിവ് പഠിക്കാനുള്ള കാരണമാകുന്നു. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കഴിവുകളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. കൂടുതൽ അറിവ് നേടണം എന്ന പോലെ കൂടുതൽ സമ്പന്നനാകാനും ശ്രമിക്കണം. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് മറ്റുള്ളവർക്ക് കൂടുതൽ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരാളെ നിങ്ങൾക്ക് സഹായിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾക്ക് കൂടുതൽ സമ്പത്തുണ്ടായിരിക്കണം. എത്ര കൂടുതൽ സമ്പത്തുണ്ടായിരിക്കുന്നുവോ അത്രയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓദർ പറയുന്നത് നിങ്ങൾ സമ്പന്നനാകണം എന്നത് ദൈവത്തിൻ്റെ ഒരാഗ്രഹമാണ്. എന്നാൽ ദൈവത്തിന് നിങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാൻ സാധിക്കും. ഈ പ്രപഞ്ചം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മയുള്ള പദ്ധതികളോടെല്ലാം പ്രകൃതിയുടെ ഒരു സപ്പോർട്ടുണ്ടാവും. ഈ ഭൂമിയിലുള്ള എല്ലാം സ്വാഭാവികമായും നിങ്ങൾക്കുള്ളതാണ്. ഈ കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുക, എന്നിട്ട് മനസ്സിൽ ഉറപ്പിക്കുക. എന്നാൽ നിങ്ങളൊരു ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അത് എല്ലാവർക്കും ഗുണം ചെയ്യുന്നതാകണം. നിങ്ങളുടെ ലക്ഷ്യം നേടുമ്പോൾ അത് മറ്റാരെയും ബാധിക്കാത്ത ഒരു രീതിയായിരിക്കണം. എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുന്ന രീതി ശരിയല്ല എന്നാണ് ഓദർ പറയുന്നത്. നമ്മുടെ ലക്ഷ്യങ്ങൾ സമൂഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് എന്ന് മാത്രമല്ല, അത് സമൂഹത്തിന് ഒരു അനുഗ്രഹവുമായിരിക്കണം. എങ്ങനെയെങ്കിലും കുറേ പണമുണ്ടാക്കണം, എന്നിട്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾക്ക് വേണ്ടത് ഒരു യഥാർത്ഥ ജീവിതമാണ്. ശരീരത്തിൻ്റെയോ മനസ്സിൻ്റെയോ സംതൃപ്തിക്ക് വേണ്ടി ജീവിക്കുന്നതല്ല യഥാർത്ഥ ജീവിതം. ആത്മീയമായ ധർമ്മങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾ ജീവിക്കണം. മറ്റുള്ളവരുടെ താൽപ്പര്യവും കൂടി കണക്കിലെടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ഒരു ആത്മീയമായൊരു ധർമ്മം നിറവേറ്റുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറയുമ്പോഴും ഓദർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടങ്ങളും തൃപ്തിയും സന്തോഷവും മറന്നുകൊണ്ട് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ പോകരുത് എന്നാണ്. നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർക്കും കൈമാറാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒന്നും കൊടുക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ എനർജിയും ചിന്തകളും പവർഫുള്ളാകുമ്പോൾ നിങ്ങളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്താൻ തുടങ്ങും. പക്ഷേ നിങ്ങൾ മറ്റുള്ളവരുടെ സമ്പത്തിൽ കണ്ണുവെച്ചുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചിച്ച് ഒന്നും സമ്പാദിക്കരുത്. ആരെയും അവർക്ക് ലഭിക്കേണ്ട മാന്യമായ ശമ്പളത്തിന് പകരം ചെറിയ ഒരു ശമ്പളം കൊടുത്ത് പണിയെടുപ്പിക്കരുത്. കാരണം നിങ്ങളൊരു ക്രിയേറ്ററാണ്, അല്ലാതെ കോമ്പറ്റീറ്റർ അല്ല എന്നാണ് ഓദർ ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങൾ ശാസ്ത്രീയവും
ചില ശരിയായ വഴികളിലൂടെ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റീവ് തോട്ട് അഥവാ മത്സരാധിഷ്ഠ ചിന്തയിൽ നിന്നും പൂർണ്ണമായും ഉയരണം. ഒരു മനുഷ്യന് ആവശ്യാനുസരണം സമ്പത്തുണ്ടാക്കാനുള്ള പ്രകൃതി വിഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട്. മനുഷ്യന് തൻ്റെ ചിന്തകളിലെ ഇമേജിനനുസരിച്ച് ഊർജത്തെ രൂപമാറ്റം വരുത്തി തൻ്റെ ജീവിതത്തിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായത് സൃഷ്ടിക്കുവാനുള്ള കഴിവുമുണ്ട്. ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിക്ക് പിന്നീട് ആരോടും മത്സരിക്കേണ്ട ആവശ്യം വരില്ല എന്നതാണ്. ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ചിൻ്റെ 2ാം പ്രിൻസിപ്പിൾ നൽകുന്ന ജ്ഞാനമിതാണ്. മറ്റുള്ളവരോട് വിലപേശരുത്, അവരുടെ ശമ്പളത്തിൽ ചൂഷണം ചെയ്യരുത് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾ അവരോട് അന്യായം കാണിക്കരുത് എന്നാണ് അർത്ഥമാക്കിയത്. ഒരു കച്ചവടമാകുമ്പോൾ വിലപേശൽ സാധാരണമാണ്. പക്ഷേ അത് പിന്നീട് ഒരാൾക്ക് ലാഭവും മറ്റേയാൾക്ക് നഷ്ടവുമാകരുത്. അത് വിൻ വിൻ സിറ്റുവേഷൻ അല്ല. അതുകൊണ്ട് വിറ്റയാൾക്ക് ഗുണമില്ലെങ്കിൽ ആ പ്രവൃത്തി ലോ ഓഫ് അഡ്വാൻസ്മെൻറ്റിന് വിപരീതമാണ്. ഒരു സാധനം നിങ്ങൾ ഒരാൾക്ക് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ന്യായമായ വില നിങ്ങൾ വാങ്ങിയിരിക്കണം. പക്ഷേ നിങ്ങൾ വാങ്ങിയ പണത്തേക്കാളും മൂല്യം ആ സാധനം വാങ്ങുന്ന വ്യക്തിക്ക് ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ചത് നേടണമെങ്കിൽ നിങ്ങളുടെ വിശ്വാസം അത് ഉറച്ചതായിരിക്കണം. നിങ്ങൾക്കൊരു കാറ് വേണമെന്നുണ്ടെങ്കിൽ ആ കാറ് നിങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണെന്നോ നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നോ മനസ്സിൽ ചിത്രീകരിക്കുക. നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത വന്നു കഴിഞ്ഞാൽ ആ കാറ് നിങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ചിന്തയിൽ ഒരു തരി സംശയമുണ്ടാവാൻ പാടില്ല. വരുമെന്ന് ഉറപ്പായി എന്ന് മാത്രം ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുക. വീണ്ടും പറയുന്നു, ഒരു തരി സംശയം ഉണ്ടാവാൻ പാടില്ല. ആ കാറ് നിങ്ങളുടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. നിങ്ങളുടെ ഓരോ ആഗ്രഹവും നിറവേറുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുകയാണ്. അതുകൊണ്ട് അത് വലുതായി തന്നെ ആഗ്രഹിക്കുക എന്നാണ് ഓഥർ പറയുന്നത്. നിങ്ങൾ നേടാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് നന്മയും മറ്റുള്ളവരുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല എങ്കിൽ ആ ആഗ്രഹം ഈ പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ചുള്ളതാണ്. നിങ്ങൾ നന്മയുള്ള എന്ത് കാര്യം ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടണം എന്നാണ് പ്രപഞ്ചം ആഗ്രഹിക്കുന്നത്. മിക്ക ആളുകളുടെ യഥാർത്ഥ പ്രശ്നം വലുതായി ചിന്തിക്കാൻ മടിയാണ്. കാരണം എല്ലാവരും അങ്ങനെ വലുതായി ചിന്തിച്ചാൽ അതിനുള്ള വിഭവങ്ങളൊന്നും ഈ ഭൂമിയിലില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് അവരുടെ പരിമിതമായ അറിവ് മാത്രമാണ്. അങ്ങനെ അവർ വിശ്വസിച്ചിരിക്കുന്നത് കൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ സത്യമായി മാറും. എത്ര നല്ല ചുറ്റുപാടുണ്ടെങ്കിലും അവർ അലക്ഷ്യമായി ദരിദ്രരായി ജീവിക്കും. ഓഥർ വാലിസ് ഡി വാട്ടിൽസ് ഒരു ശിഷ്യന്റെ കഥ പറയുന്നുണ്ട്. ആ ശിഷ്യൻ വളരെ ചെറിയൊരു വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ഓഥറിന്റെ ക്ലാസ്സിൽ ഒരിക്കൽ പങ്കെടുത്തിരുന്നു. എന്നിട്ട് ഈ പുസ്തകത്തിൽ പറയുന്ന സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഒരു ദിവസം അവൻ ചെറിയൊരു ആഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നു. തൻ്റെ വീട്ടിലിടാൻ ഒരു ചവിട്ടി വേണമെന്ന് ആഗ്രഹിച്ചു. അതുമാത്രമല്ല, ഒരു കൽക്കരി സ്റ്റൗവും വേണമെന്ന് ആഗ്രഹിച്ചു. എന്നിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ അതേപടി പിന്തുടർന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അത് രണ്ടും ലഭിച്ചു. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു വിശ്വാസം വന്നു. അവനിപ്പോൾ ആഗ്രഹിച്ചത് വളരെ ചെറിയ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി. പിന്നീട് അവൻ്റെ വീട് പുതുക്കി പണിയണമെന്ന് മനസ്സിൽ കണ്ടു. അതിലെ വാതിൽ, ജനൽ, സോഫ, വീടിൻ്റെ നിറം തുടങ്ങി ഓരോന്നും മനസ്സിൽ ചിത്രീകരിച്ചു. ക്രമേണ ആ വീട് അവൻ ആഗ്രഹിച്ച പോലെയായി. പിന്നീടവൻ ആവശ്യമുള്ളതെല്ലാം മനസ്സിൽ തീവ്രമായി ആഗ്രഹിക്കാൻ തുടങ്ങി. ഓഥർ പറയുന്നു, നിങ്ങൾക്കും ആ ശിഷ്യനെ പോലെ എന്തും
ആഗ്രഹിച്ചത് നേടിയെടുക്കാൻ സാധിക്കും. പക്ഷേ മനസ്സിൽ തീവ്രമായ ആഗ്രഹവും സംശയമില്ലാത്ത ചിന്തകളും വേണം എന്ന് മാത്രം. ഒരു വ്യക്തിക്ക് സമ്പന്നനാകണമെങ്കിൽ ആ വ്യക്തി ആദ്യം ചെയ്യേണ്ടത് സ്വന്തം ആഗ്രഹങ്ങളെ ആ ഫോംലെസ് സബ്സ്റ്റൻസ് അഥവാ രൂപരഹിതമായ പദാർത്ഥത്തിലേക്ക് എത്തിക്കണം എന്നാണ്. ആ പ്രപഞ്ച ഊർജത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആഗ്രഹിച്ചതെന്താണോ അത് ലഭിക്കുന്നു. എങ്ങനെ ലഭിക്കും എന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. പക്ഷേ പൂർണ്ണമായ വിശ്വാസമുണ്ടായാൽ മാത്രം മതി. ഫോംലെസ് ഇൻ്റലിജൻസ് അഥവാ ബുദ്ധിപരമായ ആ പദാർത്ഥത്തിലേക്ക് നിങ്ങളുടെ ചിന്തകൾ എന്ന സിഗ്നൽ എത്തുമ്പോൾ അത് എല്ലാ തരത്തിലും ഹാർമോണിയസ് അഥവാ യോജിപ്പുള്ളതായിരിക്കണം എന്നാണ്. ഈ യോജിപ്പുള്ള ബന്ധം എപ്പോഴും നല്ല ചിന്തകൾ കൊണ്ട് സുരക്ഷിതമായി വയ്ക്കുന്നു. മാത്രമല്ല, നമുക്ക് പ്രധാനമായും വേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദി അല്ലെങ്കിൽ കൃതജ്ഞതയാണ്. ഈ ലോകത്ത് ഒരുപാട് ആളുകൾക്ക് ഇല്ലാത്തതും കൃതജ്ഞതയാണ്. അവർക്കെന്തെങ്കിലും നന്മയുള്ള കാര്യങ്ങൾ ലഭിച്ചാൽ അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ലഭിച്ചാൽ അവർ അതിനെ വില കൽപ്പിക്കുകയില്ല. അതൊക്കെ ഒരു സാധാരണ വിഷയമല്ലേ എന്നവർ ചിന്തിക്കും. പക്ഷേ നന്ദി കാണിക്കാത്തവർക്ക് എന്താണോ കിട്ടിയത് അത് നിലനിൽക്കണമെന്നില്ല. അടുത്തതായി ഓഥർ പറയുന്നത്, നിങ്ങൾ ആദ്യം ബുദ്ധിയുള്ള ഒരു പദാർത്ഥമുണ്ട് അഥവാ പവർഫുള്ളായ ഒരു എനർജിയുണ്ട് എന്ന് വിശ്വസിക്കുക. അതിലൂടെയാണ് എല്ലാം നീങ്ങുന്നതെന്നും മനസ്സിലാക്കുക. രണ്ടാമതായി നിങ്ങൾ വിശ്വസിക്കുക, ഈ ഒരു എനർജി അഥവാ പ്രപഞ്ചശക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നു. മൂന്നാമതായി നിങ്ങളുടെ മനസ്സിലുള്ള നന്മ നിറഞ്ഞ ചിന്തകളും കൃതജ്ഞതയും നിങ്ങളെ കൂടുതൽ ശക്തമാക്കുകയും പ്രപഞ്ചശക്തിയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. എന്തു ലഭിച്ചാലും നന്ദിയില്ലാത്ത ആളുകൾക്ക് പിന്നീട് പ്രശ്നങ്ങളുണ്ടാകുന്നു. ദൈവത്തിൽ നിന്നൊരു സമ്മാനം ലഭിച്ചാലും അവർ അതിനെ വില കൽപ്പിക്കുകയില്ല. അങ്ങനെ നന്ദിയില്ലാതിരിക്കുമ്പോൾ പിന്നീട് അവർ ആഗ്രഹിച്ചത് ലഭിക്കാതാവുന്നു എന്നാണ് ഓഥർ പറയുന്നത്. നിങ്ങൾ സമ്പത്തിൻ്റെ തൊട്ടടുത്താണ് ജീവിക്കുന്നത്. നിങ്ങൾ എത്ര അടുത്ത് ജീവിക്കുന്നുവോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആഗ്രഹിച്ചത് ലഭിക്കുന്നു. എങ്ങനെയാണ് നിങ്ങൾക്ക് സമ്പത്തിൻ്റെ അടുത്തെത്താൻ കഴിയുക എന്ന ചോദ്യത്തിന് വളരെ എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരു ഉത്തരം നന്ദി പ്രകാശിക്കുക എന്ന് മാത്രമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ കാര്യത്തിനും നന്ദി പറയാൻ തുടങ്ങിയാൽ നിങ്ങളിലേക്ക് സന്തോഷവും സമ്പത്തും ഇരട്ടി ഇരട്ടിയായി ഒഴുകിയെത്തും. രാവിലെ ഉണർന്ന നിമിഷം മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ ഓരോ നിമിഷവും നന്ദിയോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ ഗുണങ്ങൾക്കും നിങ്ങളുടെ പരമാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ടിരുന്നാൽ ലഭിച്ചതിലും ഇരട്ടിയായി നന്മകൾ നിങ്ങൾക്ക് ലഭിക്കാൻ കാരണമാകുന്നു. നിങ്ങൾ ആദ്യമായാണ് കൃതജ്ഞതയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയുന്നതെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. നിങ്ങളുടെ ഉള്ളിൽ പ്രപഞ്ചശക്തിയുടെ ഒരു അംശമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ പ്രപഞ്ച ഊർജവുമായി സദാ ബന്ധപ്പെട്ടിരിക്കുന്നുമുണ്ട്. ഇത് സത്യമാണെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാകും എന്നാണ് ഓഥർ പറയുന്നത്. കൃതജ്ഞത നിങ്ങളെ തെറ്റായ ചിന്തകളിൽ നിന്നും സംരക്ഷിക്കുന്നു. ദ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് അഥവാ നന്ദിയുടെ ഒരു നിയമമുണ്ട്. ഈ നിയമം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റണം. നിങ്ങൾ അന്വേഷിക്കുന്ന ഫലം ലഭിക്കണമെങ്കിൽ ഈ നിയമം പാലിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള നന്ദി എത്ര ശക്തവും സ്ഥിരവുമാകുന്നുവോ അത്രയുമധികം വേഗതയിലും ശക്തിയിലും നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പ്രപഞ്ചമണ്ഡലത്തിലെ ആ രൂപമില്ലാത്ത ഊർജത്തിൽ നടക്കുന്നുവെന്നാണ് ദ ലോ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഓഥർ പറയുന്നത് കൃതജ്ഞത എന്നത് ഭാവിയിലെ ലക്ഷ്യങ്ങൾ നേടുന്നതിന് മാത്രമല്ല, വിമർശനാത്മകമായ ചിന്തകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാനും സഹായകരമാകും. ഓർക്കുക, നമ്മുടെ ചിന്തകളിലൂടെ ഉണ്ടാകുന്ന ഇമേജുകൾ
അഥവാ മനോദൃശ്യങ്ങളാണ് രൂപമില്ലാത്ത യൂണിവേഴ്സൽ എനർജിയെ യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്. അത് ഏത് തരത്തിലുള്ള മനോചിത്രങ്ങളാണ് എന്നൊന്നും നോക്കില്ല. നിങ്ങളുടെ ചിന്തകൾ തരം താഴ്ന്ന രീതിയിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആകർഷിക്കപ്പെടുന്നത് തരം താഴ്ന്ന രീതിയിലുള്ള ഫലങ്ങളായിരിക്കും. പക്ഷേ ഏതൊരു കാര്യത്തെയും നന്ദിയോടെ കാണുന്ന ഒരാൾ ജീവിതത്തെ തരം താഴ്ന്ന രീതിയിൽ കാണാൻ ശ്രമിക്കില്ല. കാരണം അവർക്കറിയാം, നാം എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതം എന്ന്. ഒരു വ്യക്തി ജീവിതത്തിൽ ഏറ്റവും നല്ല കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ ആ വ്യക്തിക്ക് നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ മാത്രം ലഭിക്കുന്നു. കാര്യങ്ങളിൽ സംശയം കലർത്തുകയും അതൃപ്തിയോടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന നിമിഷം മുതൽ നിങ്ങൾക്ക് അടിത്തറ നഷ്ടപ്പെടാൻ തുടങ്ങും. എല്ലാ പ്രപഞ്ച സത്യങ്ങളും മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ ചിന്തകൾ നെഗറ്റീവ് ആയിരിക്കുകയും സംസാരം മുഴുവൻ കൃതജ്ഞതയ്ക്ക് എതിരാകുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു ലക്ഷ്യവും നേടാൻ കഴിയില്ല. എന്ന് മാത്രമല്ല, ജീവിതാവസാനം വരെ ഇത്തരത്തിലുള്ള പരാതികൾ പറഞ്ഞ് നടക്കേണ്ടി വരും. കാരണം നിങ്ങൾ നെഗറ്റീവ് ആകും തോറും നിങ്ങളിലേക്ക് നെഗറ്റീവായ ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും, ഇതൊക്കെ വിധിയല്ലേ എന്ന്. പക്ഷേ ഇത് വിധിയല്ല. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളിലൂടെ ആകർഷിച്ചെടുത്ത കാര്യങ്ങളാണ്. പക്ഷേ സങ്കടകരമായ വിഷയമെന്നത് പ്രപഞ്ചശക്തിയുടെ എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കിയിട്ട് അതിനെതിരായി പ്രവർത്തിച്ചു എന്നതാണ്. നിങ്ങൾക്ക് ഇതുവരെ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മനസ്സിൽ സ്നേഹവും നന്ദിയും നിറച്ചുകൊണ്ട് നല്ല ചിന്തകൾ വിശ്വാസത്തോടെ നിലനിർത്തുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. കൃതജ്ഞതയുള്ള മനസ്സ് എപ്പോഴും മികച്ചവയിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഓദർ പറയുന്നത്. മികച്ച ചിന്തകൾ മികച്ച ഫലങ്ങൾ സ്വീകരിക്കുന്നു. നന്ദിയുള്ള മനസ്സുള്ളവർ എപ്പോഴും നല്ല കാര്യങ്ങളെ മാത്രം പ്രതീക്ഷിക്കുന്നു. അവർ തികച്ചും ശുഭപ്രതീക്ഷയുള്ള ആളുകളുമായി കൂട്ടുകൂടുന്നു. പിന്നീടവർ ശുഭപ്രതീക്ഷയുള്ള ആളുകളായി മാറുന്നു. അവർ ശുഭാപ്തി വിശ്വാസമുള്ളവരായിത്തീരുന്നു. വിശ്വാസം മാനിഫെസ്റ്റേഷൻ്റെ വളരെ പ്രധാനമായ ഘടകമായതുകൊണ്ട് തന്നെ ശുഭമായി തീരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതുകൊണ്ട് എല്ലാ നിമിഷത്തിലും നന്ദിയുള്ളവരായിരിക്കേണ്ടത് ജീവിതത്തിൽ വിജയിക്കാൻ അനിവാര്യമായ കാര്യം തന്നെയാണ്. അതുപോലെ ഓദർ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ആളുകളും 100% പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. എല്ലാവരും പ്രപഞ്ചശക്തിയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാകണമെന്നുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിലെ വലിയ ബിസിനസ് ചെയ്യുന്ന ആളുകളാകട്ടെ, ഇനി രാഷ്ട്രീയക്കാരാകട്ടെ, അവരുടെ നെഗറ്റീവായ കാര്യങ്ങളെ തിരഞ്ഞു കണ്ടെത്തി വിമർശിക്കാൻ പോകുന്നതിന് പകരം അവരുടെ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് നല്ല സർവീസ് കിട്ടുന്നു എന്ന കാര്യം മാത്രം നോക്കുക. അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നു എന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അതിനെക്കുറിച്ച് ഓർത്ത് മനസ്സിൽ നന്ദി കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ മുൻപ് സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ശ്രദ്ധയും ചിന്തകളുമാണ് നിങ്ങളുടെ ജീവിതം സൃഷ്ടിക്കുന്നു എന്നത് മനസ്സിലാക്കുക. ഒരു ദിവസത്തിൽ പകുതി സമയം നന്ദിയെക്കുറിച്ച് ചിന്തിക്കുകയും മറ്റു സമയങ്ങളിൽ നെഗറ്റീവായ കാര്യങ്ങൾ മാത്രം സംസാരിക്കുകയും ആകർഷിക്കുകയും ചെയ്താൽ അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗുണവുമുണ്ടാകില്ല. മുഴുവൻ സമയവും നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ നിറയുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. മനസ്സിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും പ്രപഞ്ച മനസ്സിനെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ചില ആളുകൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്നത്? ഇനി ഇതിന് ഉത്തരമായി ഓദർ മനസ്സിലാക്കി തരുന്നത് നിങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ ചിന്തിക്കുന്നില്ല എന്നാണ്. അതിനായി ഓദർ പറയുന്നത് തിങ്കിങ് ഇൻ എ സെർട്ടൻ വേ എന്നാണ്. ആ പ്രത്യേക രീതിയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, ഈ രീതിയിൽ ചിന്തിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഇമേജ്
മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എന്നാണ്. പലർക്കും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ലഭിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ക്ലിയർ ആയിട്ടുള്ള ഒരു മെൻ്റൽ പിക്ചർ ഉണ്ടാകുന്നില്ല എന്നതാണ്. മാത്രമല്ല, കൃതജ്ഞതയുമില്ല. വ്യക്തമായിട്ടുള്ള ഒരു മെൻ്റൽ പിക്ചർ നിങ്ങൾ പ്രപഞ്ച മനസ്സിന് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ അല്ലാതാകുമ്പോഴാണ് വ്യക്തമല്ലാത്ത ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത്. വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് സമ്പത്ത് വേണമെന്നല്ലേ ആഗ്രഹം? അത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനാണ് എന്നായിരിക്കും പൊതുവെ പറയുക. ഓഥർ പറയുന്നത് നിങ്ങൾക്ക് വളരെ വ്യക്തമായ ഉത്തരം ഉണ്ടായിരിക്കണം. അതായത് എന്തിനു വേണ്ടിയാണ് പണം ഉണ്ടാക്കുന്നത് എന്നതിൻ്റെ ഉത്തരം ഓഥർ ഒരു ഉദാഹരണത്തിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾ ഒരാൾക്ക് ഒരു മെസ്സേജ് അയക്കുമ്പോൾ ആൽഫബറ്റ്സ് എ മുതൽ സെഡ് വരെയുള്ള 26 അക്ഷരങ്ങളും അയച്ചു കൊടുത്ത ശേഷം അവരോട് ആവശ്യമുള്ള വാക്കുകളൊക്കെ ഉണ്ടാക്കിയെടുത്തോ എന്നാണോ പറയാറുള്ളത്? അതോ ഡിക്ഷണറിയിൽ നിന്നും കുറേ വാക്കുകൾ അയച്ചു കൊടുത്തിട്ട് കുറേ വാക്കുകൾ ഉണ്ടാക്കിക്കോളൂ എന്നും പറയാറുണ്ടോ? ഇങ്ങനെ മെസ്സേജ് അയച്ചാൽ ആർക്കും ഒന്നും മനസ്സിലാകില്ല. പകരം അറിയിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി തയ്യാറാക്കി അയച്ചാൽ മാത്രമേ അവർക്ക് മനസ്സിലാക്കുകയുള്ളൂ. അവർക്ക് മാത്രമല്ല, നിങ്ങൾക്കും അങ്ങനെ തന്നെ. ഇനി നിങ്ങൾക്ക് പ്രധാനമന്ത്രിക്ക് ഒരു മെസ്സേജ് അയക്കാനുള്ള അവസരം ലഭിച്ചു എന്ന് കരുതുക. നിങ്ങളുടെ ശ്രദ്ധ ഒരുപക്ഷെ 101% അല്ലേ? മെസ്സേജ് ടൈപ്പ് ചെയ്ത് 4-5 പ്രാവശ്യം റീചെക്ക് ചെയ്യും. അതിലെ വാക്കുകളെ വീണ്ടും വീണ്ടും വായിക്കും. എന്നിട്ട് നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി വന്ന ശേഷം മാത്രമേ അയക്കുകയുള്ളൂ, അല്ലേ? നമ്മുടെ ആഗ്രഹം പ്രപഞ്ച മനസ്സിനെ ആകർഷിക്കാൻ നിങ്ങളുടെ ആഗ്രഹത്തിന് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുന്നത്. അടുത്തതായി ഓഥർ സൂചിപ്പിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളിൽ ഉണ്ടാകുന്ന സന്തോഷവും മനസ്സിൽ ഉണ്ടാകുന്ന അനുഭവവും നിങ്ങൾക്ക് ആഗ്രഹിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യണം. ഓഥർ പ്രാർത്ഥനയെക്കുറിച്ചും സൂചിപ്പിക്കുന്നുണ്ട്. ചില ആളുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ ഉടൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നും ചിന്തിക്കും. ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിക്കാത്തത്. പകരം മനസ്സിൽ പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കഴിഞ്ഞ് മറ്റു ജോലികൾ ചെയ്യുമ്പോഴും ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് 100% ലഭിക്കും എന്ന വിശ്വാസമുണ്ടാകണം. എന്നാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിച്ചത് നമുക്ക് ലഭിക്കുകയുള്ളൂ. വിശ്വാസമാണ് പ്രാർത്ഥനയുടെ പ്രധാന ഘടകം. പ്രാർത്ഥിച്ചത് ലഭിച്ചു എന്ന് ചിന്തിക്കുകയും ലഭിച്ച ശേഷം ഉണ്ടാവുന്ന സന്തോഷം മനസ്സിൽ ഫീൽ ചെയ്യുകയും വേണം. ഈ കാര്യം ഒരിക്കലും മറക്കരുത്. കൃത്യമായ ഉദ്ദേശവും ലക്ഷ്യവും കൃതജ്ഞതയും പൂർണ്ണ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയും നിങ്ങൾക്ക് ആഗ്രഹം ലഭിച്ച ശേഷമുണ്ടാകുന്ന ഫീൽ അനുഭവിക്കുകയും ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ചത് നേടാൻ സാധിക്കും. അടുത്തത് ഓഥർ പറയുന്നത് നിങ്ങളുടെ ഇച്ഛാശക്തിയെ എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശാസ്ത്രീയമായ രീതിയിൽ സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ് നിങ്ങളുടെ ഇച്ഛാശക്തിയെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുക എന്നത്. നിങ്ങളുടെ ഇച്ഛാശക്തിയെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കുള്ളിലാണ്. ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് റിച്ച് എന്ന ഈ പുസ്തകത്തിൽ ഓഥർ പറയുന്ന പല കാര്യങ്ങളും വിചിത്രമായി നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഉൾക്കൊള്ളാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചാൽ തീർച്ചയായും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ കാര്യം നടക്കാൻ മറ്റുള്ള ആളുകളെ അനാവശ്യമായി ഉപയോഗിക്കുവാനും നിർബന്ധമായി ചെയ്യിപ്പിക്കുവാനും ഭീഷണിപ്പെടുത്തുവാനും ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യുവാനും പാടില്ല. ഒരാളെ മാനസികമായി തളർത്തി
നിങ്ങൾക്ക് അനുകൂലമാക്കുന്നതും ശാരീരികമായി തളർത്തി നിങ്ങൾക്ക് അനുകൂലമാക്കുന്നതിലും ഒരു വ്യത്യാസവുമില്ല എന്നാണ് ഓതർ പറയുന്നത്. ഒരാളെ അടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ അടിമയാകുന്നു. ഇതേ രീതി തന്നെയാണ് ഒരാളെ നിങ്ങൾ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യം ചെയ്യിപ്പിച്ചാലും ആ വ്യക്തി നിങ്ങളുടെ അടിമയാകുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ മറ്റുള്ളവരെ നിങ്ങളുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പ്രപഞ്ച നിയമപ്രകാരം നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണോ ആ കാര്യം ചെയ്യുന്നത് അതിന് വിപരീതമായ ഫലങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ തേടിയെത്തിയിരിക്കും. കാരണം ഓരോ വ്യക്തിയും ഈ പ്രപഞ്ച മഹാശക്തിയുടെ അംശമാണ്. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഈ പ്രപഞ്ചം ഓരോ വ്യക്തിയെയും കാണുന്നത് പ്രാധാന്യത്തോടുകൂടിയാണ്. ഓതർ പറയുന്നത് നിങ്ങൾക്ക് ഈ കാര്യം ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഇല്ലെങ്കിലും സാമ്പത്തിക നേട്ടത്തിനോ മറ്റ് എന്ത് കാര്യത്തിനായാലും ആരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യിപ്പിക്കരുത്. അത് സ്പിരിച്വലി തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ വിൽ പവർ അഥവാ ഇച്ഛാശക്തിയെ ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്കുള്ളിലാണ്, അതായത് നിങ്ങളുടെ മനസ്സിലാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കിയതാണ് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് പുറത്തും സംഭവിക്കുന്നത്. നിങ്ങളുടെ മനസ്സും ചിന്തകളും ചിട്ടയുള്ളതാണെങ്കിൽ നിങ്ങളുടെ പുറം ലോകവും പ്രവൃത്തികളും ചിട്ടയുള്ളത് തന്നെയായിരിക്കും. ഒരു കാര്യം ചെയ്യിപ്പിക്കാൻ മറ്റൊരാളെ ഭീഷണിപ്പെടുത്തുന്നതിന് പകരം ഓതർ പറയുന്നത് നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് നേടിയെടുക്കുന്നതിനായി നിങ്ങളുടെ മനസ്സിൽ ഒരു മെൻ്റൽ ഇമേജ് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ മാനസിക ചിത്രത്തെ ശക്തമായി വിശ്വാസത്തോടെ നിലനിർത്തുക. അതിൻ്റെ ഉദ്ദേശവും വ്യക്തതയുള്ളതായിരിക്കണം. എന്നിട്ട് നിങ്ങളുടെ മനസ്സിനെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിക്കുക എന്നാണ് ഓതർ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ മാനസിക ചിത്രങ്ങൾ ശക്തമാകുമ്പോൾ അത് ഫോംലെസ് സബ്സ്റ്റൻസ് എന്ന എനർജിയിൽ പോസിറ്റീവായ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുകയും നിങ്ങൾ ഉദ്ദേശിച്ച ആ കാര്യം വളരെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാൻ യൂണിവേഴ്സ് ആരംഭിക്കുകയും ചെയ്യും. ഉടൻ തന്നെ ആ ഇംപ്രഷനെ പ്രപഞ്ചത്തിലെ പല കോണുകളിലേക്കും വ്യാപിപ്പിക്കുകയും ആ വ്യാപനം മാനിഫെസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ആ ഇംപ്രഷൻ ചലിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട എല്ലാ ജീവനുള്ള കാര്യങ്ങളും ജീവനില്ലാത്ത കാര്യങ്ങളും എന്തിന് ഇതുവരെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലാത്ത വസ്തുക്കൾ വരെ നിങ്ങൾക്ക് വേണ്ടി ചലിച്ചു തുടങ്ങുമെന്നാണ് ഓതർ പറയുന്നത്. എല്ലാ കാര്യങ്ങളും മാനിഫെസ്റ്റേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇതുവരെ സൃഷ്ടിക്കപ്പെടാത്ത വസ്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടുന്നു. നിങ്ങൾ ജീവിതത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത, ഒരിക്കൽ പോലും കാണുമെന്ന് ചിന്തിച്ചിട്ടില്ലാത്ത ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണിൽ നിന്നും നിങ്ങളുടെ ആഗ്രഹപൂർത്തീകരണത്തിനായി അൺകോൺഷ്യസ്ലി പ്രവർത്തിക്കാനും തുടങ്ങുന്നു. ലക്ഷ്യപൂർത്തീകരണത്തിനായി എല്ലാം നിങ്ങൾക്ക് വേണ്ടി ചലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ ലക്ഷ്യത്തെക്കുറിച്ചുള്ള സംശയമോ വിശ്വാസമില്ലായ്മയോ ഉണ്ടായാൽ ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം സംഭവിക്കാൻ സമയമെടുക്കും. എത്രത്തോളം കാലം ആ സംശയവും വിശ്വാസമില്ലായ്മയും മനസ്സിൽ നിലനിർത്തുന്നുവോ അത്രയും കാലം നിങ്ങൾക്ക് വേണ്ടി ചലിക്കുന്നവ നിങ്ങളിൽ നിന്നും അകന്നു പോകുകയും ചെയ്യും. ഓതർ ഒരു കാര്യം കൂടി പ്രത്യേകം സൂചിപ്പിക്കുന്നത്, നിങ്ങൾ സമ്പന്നനാകാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആദ്യം മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. അതുമാത്രമല്ല, ദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യരുത്. പകരം സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുകയും സമ്പത്തിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ ചാരിറ്റിയെക്കുറിച്ചുള്ള ചിന്തകളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും വേറെ ആളുകളിൽ നിന്ന്
പണം സ്വരൂപിച്ച് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന് ചിന്തിക്കുന്നതിന് പകരം നിങ്ങൾ സ്വയം സമ്പത്തുണ്ടാക്കുന്നതിനെക്കുറിച്ച് മാത്രം തീവ്രമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങൾ ഒരു കാരണമായി മാറുക. നിങ്ങൾക്കുള്ളിലെ ആ ഇച്ഛാശക്തിയെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ആരെയെല്ലാം സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അവരെയെല്ലാം സഹായിക്കുക. ഓതർ പറയുന്നത്, നിങ്ങളുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് മനസ്സിലെ ദാരിദ്ര്യ ചിന്തകൾ മാറ്റി നിങ്ങൾക്കാഗ്രഹമുള്ള ജീവിതത്തിലേക്കും സമ്പത്തിലേക്കും മനസ്സിനെ വിശ്വാസത്തോടെയും വ്യക്തമായ ഉദ്ദേശത്തോടെയും ഉറപ്പിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ് പുസ്തകങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ഓഡിയോ മല്ലു ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുമല്ലോ.